ഞങ്ങൾക്ക് വെള്ളം വരും, മഴ പെയ്യുമ്പോൾ വെള്ളം മൊത്തം വന്ന് ഈ ഭിത്തിമേലേക്ക് ഷീറ്റുമേലേക്ക് അടിക്കാണ്. അടിച്ചിട്ട് അകത്തേക്ക് തെറിച്ച് ഈ മുറ്റം നിറഞ്ഞ് വെള്ളം ഒഴുകാണ്. ഈ തോട് അവർ വൃത്തിയാക്കി തരാൻ പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ല. തോട്ടിൽ മുഴുവൻ കല്ലും കട്ടയും വെട്ടി പൊളിച്ചിട്ടേക്കണണ്ട. തോട് അതേപോലെ താന്നിടുന്ന തോടാ. ഈ വെള്ളം വീണ് മൂളിന്ന് അവരിവിടെ ഓട്ട തുളച്ചു ഇവിടെ കൊണ്ടുവന്ന് വെള്ളം താത്തി വേണ്ട വഴിയുണ്ടായി. ആ മൂളിയിൽ വീടായിരുന്നു. അതിനവര് ഇവിടെ ഉമ്മർത്ത് കൊണ്ടുവന്ന് അവര് തുളച്ചിട്ടു. അവര് പറയണ ഈ ഓവ് ഇവിടെ ഉള്ള കാരണം, പാലം ഉള്ള കാരണം തോട്ടിക്കൂടെ വെള്ളം പോകാൻ വേണ്ടിയാ ചെയ്യണേന്ന്. പക്ഷെ നമുക്കത് ദ്രോഹമാണ്. നമ്മളെന്തിട്ട് ചെയ്യും? നമുക്ക് ഇവിടെ കിടക്കണ്ടേ? വേറെ ഞങ്ങള് വയസ്സായ 2 ആൾക്കാരാണ്. അപ്പനും അമ്മയും ഒരു കൊച്ചു കൂടെ ഉണ്ട് നോക്കണേ. അതിപ്പോ പോകും അതിന്റെ വീട്ടിലേക്ക്. ഈ വെള്ളം മുകളിൽ ചാടും. ഇവിടെ തന്നെയല്ല, ഇങ്ങോട്ട് നീങ്ങി ചാടും. ഇവിടെ നിങ്ങൾ പെരുമഴയത്ത് വന്ന് നോക്കുക. അപ്പഴും നിങ്ങൾക്ക് അതിന്റെ ഇത് അറിയാൻ പറ്റുള്ളൂ. വീട്ടില് വേറെ ആരുള്ള ചേച്ചിയും അപ്പച്ചനും ഞാനും മാത്രമേ ഉള്ളൂ. വയസ്സായ 2 അപ്പച്ചനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. ആൾക്ക് ഇതിന്റെ ഇടയിൽ എന്തോ ആണ് വീണ് ആളുടെ ഭാര്യയെല്ലാം ഒടിഞ്ഞ് എങ്ങനെ പറ്റിയത്? ആള് തെന്നി വീണു. വെള്ളം നിറഞ്ഞ അകത്തേക്കൊക്കെ കയറി അവിടെ നടക്കലിന്റെ അവിടെ ആള് സൗണ്ട് ഇതേപോലെ വെള്ളം വീഴുന്ന സൗണ്ട് ഇട്ട് ഓടി എനിച്ചതാ. അപ്പൊ തെന്നി കാല് വീണു. 2 മാസം മുമ്പ് 7-ാം തീയതി, കഴിഞ്ഞ മാസം ജൂൺ 7-ാം തീയതി രാത്രി വലിയ മഴയായിരുന്നു. അന്നാണ് പറ്റിയത്. അന്ന് തന്നെ ഞങ്ങള് രാത്രി തന്നെ ഒരു വണ്ടി കിട്ടും. ഇതിൽ ആളെ എടുത്തുകൊണ്ട് പോകാനും പാട്. ഒരു കണക്കിന് അടുത്ത വീട്ടിലെ കൊച്ചർക്കം വന്ന് വണ്ടി കൊണ്ടുവന്ന് അയാളെ എല്ലപ്പി കൊണ്ട് ചേർത്തു. അവിടെ കൊണ്ട് ഐസിയുല് കയറ്റി 8 ദിവസം ഐസിയുല് കിടന്നു. ആള് പള്ള 5 വാരിയെല്ലാം പൊട്ടു വീണു. ഒരു വാരിയെല്ലാം ഒടിഞ്ഞു. ബ്ലഡ് ഇത്രയും കട്ടയായിട്ട് ഇവിടെ കിടന്നിട്ട് അത് ട്യൂബ് ഇട്ട് വലിച്ച് അവര് ഞാൻ തന്നെ അത്ര ദിവസം കിടക്കേണ്ട വന്നേ. ആൾക്ക് ശ്വാസം മുട്ടുള്ള ആളാ. 70 വയസ്സ്. എല്ലാവർക്കും നമസ്കാരം. വളരെ ശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ പല പ്രദേശങ്ങളും പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പലരും ആ മഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നല്ല കാര്യം. ഇപ്പോൾ നമ്മുടെ അതിരപ്പള്ളി, ചാർപ്പ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു മനോഹാരിത എന്തായിരിക്കും? വളരെ നല്ല മനോഹാരിതയായിരിക്കും. ചാലക്കുടിക്കകത്ത് പ്രധാനപ്പെട്ട 2 വെള്ളച്ചാട്ടങ്ങൾ ഇതാണ്. ഇതിൻ്റെ മനോഹാരിതയെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് എന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലല്ല, ഒരു പുതിയ വെള്ളച്ചാട്ടം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഈ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും, കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളെയും, പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികളെയും, തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ മേലൂർ, കൊരട്ടി, അതിരപ്പള്ളി, കോടശ്ശേരി, ചാലക്കുടി നഗരസഭ MLA സനീഷേട്ടൻ, MP ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ടാവും. ബാക്കി എല്ലാ ജനപ്രതിനിധികളെയും സഹർഷം ചിറങ്ങരയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അവിടെ ഒരു പുതിയ വെള്ളച്ചാട്ടം രൂപപ്പെട്ട് കഴിഞ്ഞു. എന്താ ഭംഗി! നമുക്ക് മേൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് താഴ്ത്തിക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എന്തൊരു ഭംഗി! ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ചേലായിരിക്കുന്നു, സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ വണ്ടി പിടിച്ചോ ചിറങ്ങരയിലേക്ക് വരാം. വടക്കുന്ന് വരുന്നവരാണെങ്കിൽ ആ ചിറങ്ങര അടിപ്പാതയുടെ ഉള്ളിൽ കൂടെ കയറി നേരെ ലെഫ്റ്റ് എടുക്കുക. അങ്ങനെ തെക്കോട്ടുള്ള സർവീസ് റോഡ് കൂടെ പോയി കുറച്ചാണ് കഴിയുമ്പോൾ ഒരു ക്രാസിംഗ് ആക്കുന്ന കടയൊക്കെ ഉണ്ടാവും. അതാണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴ്ത്തിക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മനോഹാരിതയുള്ള ഒരു വെള്ളച്ചാട്ടം ഇനി വേറെ ഒരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല. അത്രയേറെ മനോഹാരിതയോട് കൂടിയിട്ടാണ് PSD കമ്പനി വെള്ളച്ചാട്ടം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു മനസ്സിന് തൃപ്തിയും ചന്തോയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ജനപ്രതിനിധികളും വന്ന് കാണണം. ആ വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന സ്ഥലത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ തോമസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആളുടെ ഭാര്യയുണ്ട്, ആളുടെ മകളുടെ മകളുണ്ട്. ഇത്രയും പേര് നെഞ്ചത്തടിച്ച് നിലവിളിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അങ്കമാലിയിൽ നിന്ന് വരുന്ന സമയത്ത് ചിറങ്ങര മേൽപ്പാലം കയറുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് താഴെ ഈ മേൽപ്പാലത്തിൽ നിന്നും ഈ സർവീസ് റോഡിൽ നിന്നും വരുന്ന കംപ്ലീറ്റ് വെള്ളവും ഓട്ട കുത്തി ഇവർ ഒഴുക്കുന്നത് താഴ്ത്തിക്കാണ്. ഇവിടെ ഒരു കുടുംബം ഉണ്ടെന്നുള്ളത് ഈ കിഴങ്ങന്മാർക്കും പോങ്ങന്മാർക്കും മനസ്സിലായില്ലല്ലോ. ഈ മേൽപ്പാലം തുടങ്ങി അന്ന് മുതൽ ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരുടെ വഴി അടച്ചളഞ്ഞെന്ന് താഴ്ത്തുനിന്ന് കയറി വരണം. അവിടെ മണ്ണ് കൊണ്ട് കുത്തി ചെളി സകലം എങ്ങനെ അതിൽ കൂടെ നടന്നു പോകാൻ പറ്റുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനം കളക്ടർ ഉൾപ്പെടെ MLA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ടു. അങ്ങനെ അവർക്ക് അവിടെ ഇറങ്ങാനായിട്ടുള്ള സംഗതി കിട്ടി. സ്റ്റെപ്പുകളൊക്കെ കിട്ടിയത് ആ വീട്ടമ്മയുടെ ആങ്ങളയുടെ മകൻ്റെ സഹായം കൊണ്ടാണ് അവിടെ അതൊക്കെ ചെയ്തത്. ഇപ്പം എന്താ സംഭവം? ഇവിടെ നിന്നുള്ള വെള്ളം മുഴുവനും വരാണെന്ന്. അതിഭീകരമായ സ്ഥിതിയാണ്. ഒരു ദിവസം ഈ തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഈ വെള്ളം വീഴുന്ന സൗണ്ട്, കാരണം ഒരു 10-15-20 അടി ഹൈറ്റ് മേലെയാണ് ഈ മേൽപ്പാലവും ഇതും സർവീസ് റോഡ് നിൽക്കുന്നത്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തി താഴ്ത്തിക്ക് വീഴാണ്. ഇവരെന്ത് പോങ്ങത്തരാണ് കാണിച്ച് ഇങ്ങനെ ഓട്ട കുത്തി വെക്കാൻ പാടുണ്ടോ? ഈ വെള്ളം മുഴുവനും വന്ന് ഈ വീട്ടിലേക്ക് വന്ന് ചാടണം. അങ്ങനെ ഒരു ദിവസം ഈ വീട്ടിലേക്ക് വെള്ളം വീണേൻ്റെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടുണ്ട്. ആ ഷീറ്റ് മേലേക്ക് വെള്ളം വീണേൻ്റെ സൗണ്ട് കേട്ട് ഈ തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ചാടി എന്നിട്ട് ഓടി വന്നതാ. വെട്ടിയടിച്ച് വീണു, വാരിയെല്ലാം ഒടിഞ്ഞു. 1 മാസത്തോളം ആശുപത്രിയിലായിരുന്നു. എന്തൊരു കഷ്ടം നോക്ക്. കാന നിർമ്മിക്കാൻ അറിയാത്ത ആൾക്കാരെ റോഡ് നിർമ്മിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ PSD എന്ന് പറയുന്ന ഭൂതം, ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇപ്പോൾ ആ വീട്ടമ്മ ഇന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം മുഴുവനും വന്ന് വീഴുന്നത് അവരുടെ വീട്ടിലേക്കല്ലേ? ഇത്ര പേരത്ത് വെള്ളം വീട്ടിലേക്ക് വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? അവിടെ ആ സർവീസ് റോഡിൻ്റെ അവിടെ ഒരു കലങ്കുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് നിന്ന് വരുന്ന തോട്. ആ തോട് അടച്ചു വെച്ചേക്കാണ്. ആ തോട്ടിൽ കൂടെ വെള്ളം വന്ന് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ചുറ്റിയ തൊട്ടപ്പുറത്തെ റെയിൽവേ ഓവിൽ കൂടെ പോകണം. ആ റെയിൽവേ ഓവിൻ്റെ അവിടെ ഈ കല്ലും മണ്ണും വന്ന് അടിഞ്ഞ് കൂടിയിരിക്കുക, വെള്ളം പോകണില്ല. അപ്പോൾ അധികം താമസിക്കാതെ ഇതിപ്പോൾ ഇന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ മഴ തുടർന്നു കഴിഞ്ഞാൽ ആ വീട് അങ്ങനെ തന്നെ പോകുന്നു. എന്തൊരു ദുരന്തമാണെന്ന് നോക്കിയാൽ നിങ്ങൾ ഈ കാണുന്നത്.
എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യാണ്. ചെറങ്ങരയിൽ പുതിയ വെള്ളച്ചാട്ടം PST കമ്പനിയുടെ സമ്മാനം, മേൽപ്പാല നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് സന്തോഷഭരിതരായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അത്ഭുത പ്രതിഭാസം കൊരട്ടി ചെറങ്ങരയിൽ ഇത്ര മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ഇനി കാണാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും വന്ന് ആ മുകളിൽ സർവീസ് റോഡിൻ്റെ മുകളിൽ വന്ന് താഴത്തേക്ക് നോക്കി കൈയടിക്കുക, ഇങ്ങനെ 1 2 1 2 3 1 2 1 2 3 ആദിശോചനീയമായ ഇങ്ങനെ ഉള്ള ദുരന്ത കാഴ്ചകൾ കണ്ട് നമുക്ക് തന്നെ മനസ്സിലെന്തോ തോന്നുന്നു. ആ കുടുംബത്തിൻ്റെ നിലവിളി ആര് കേൾക്കും? ആരാണതിൽ ഇടപെടുക? MLA സനീഷനോട് ഞാൻ വളരെ സ്നേഹത്തോട് കൂടിയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ആ വീട് മുഴുവൻ തകർന്നിരിക്കണം, ഇത്ര പേർക്ക് വെള്ളാതിരിക്കും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ PST എന്ന് പറയുന്ന നരക കമ്പനി ഭൂതം, അവർ ഈ ഇവിടുത്തെ നിർമ്മാണം കഴിഞ്ഞ് പോണേക്കാളും മുൻപ് ഈ ഇവിടുത്തെ കുറേ മനുഷ്യരെയും കുറത്തെ വീടുകളും ഒക്കെ തകർത്തിട്ടേ പോകുള്ളൂ. ആ മാതിരി പരിപാടികളാണ് ഇവരുടെ ഈ പോഷത്വം നിറഞ്ഞ ഇവരുടെ ഈ നിർമ്മാണ പ്രകൃതി കൊണ്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ആരാണ് ഇതിൽ ഇടപെടണമെന്ന് അറിയില്ല. കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ, ജനപ്രതിനിധികളുണ്ടെങ്കിൽ ഈ വിഷയത്തിലൊക്കെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചെയ്തു വെച്ചേക്കാൻ പറ്റും. ഇനി ഒന്നല്ലെങ്കിൽ ആ വീട്ടുകാരെ കുടുംബത്തിന് എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി പറപ്പിക്കാനെങ്കിലുള്ള ഒരു ഇടപെടൽ ചെയ്യണം. കാരണം അത്രയ്ക്ക് ശോചനീയ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കാരണം ഇത് മനസ്സുമെടുത്ത് ആരോടും പറയാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നത്. ഇന്നും കൂടി ഇതുപോലത്തെ മഴ ഇന്നും നാളെയും കൂടിയാണ് പെയ്യണമെങ്കിൽ ആ വീടിന്റെ പരിപാടി തീർന്നിട്ടു. വലിയ മഴ പെയ്താൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒക്കെ വെള്ളം കയറും. ഈ മുകളിലൊരു ഷീറ്റ് കെട്ടിണ്ടല്ലോ, അതെന്തിനാ? ഷീറ്റ് വെള്ളം ഓടല്ലോ, ഓട് പൊട്ടിയപ്പോ വെള്ളം വീണപ്പോ ഞങ്ങൾ ഈ വെള്ളം വീണ ഓട് പൊട്ടും. വെള്ളം വീണു, പിന്നെ എങ്ങനെയാ വന്ന് ഓട് പൊട്ടി വെള്ളം അകത്തേക്ക് വീണു. ആ പൊട്ടിയ ഓട് ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അത്രയ്ക്ക് ശക്തിയിലാണ് വെള്ളം വീണത്. ഈ ഷീറ്റുമേക്ക് അടിച്ച് വീണിട്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു. ആള് എനിക്കില്ല, പൊട്ടി വെള്ളം കിടക്കുന്നത് ആള് കണ്ടില്ല, ഒറ്റ തെന്നോട് കൊടുത്തു. അടിച്ച് വീണ് ആള് ഞങ്ങള് 44-43 കൊല്ലായി ഇവിടെ കിടക്കണേ. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ഈ പാലം തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ കഴിഞ്ഞ തവണ പാലം പണിയാൻ വന്നവര് ഇത്ര ശല്യം നമുക്ക് ഉണ്ടായില്ല. ഇത് കളക്ടർ വന്ന് ഇടപെട്ട് എന്തൊക്കെ വന്നിട്ട് ഇവിടെ വഴി ഒട്ടും ഉണ്ടായിരുന്നില്ല. അവര് മണ്ണ് കുഴി കുത്തിയിട്ട് ഇവിടെ പേരും കുഴി, ആന പോലത്തെ കുഴി. നമുക്ക് നിന്ന് കയറാൻ പറ്റുമോ? ഈ ഇവിടെ കിടന്ന് നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കണേ പുറത്ത് എന്തെങ്കിലും മേടിക്കാൻ പോണ്ടേ? ഒന്നിനും പറ്റില്ല. എന്നിട്ട് എല്ലാവരും നാട്ടുകാരൊക്കെ കൂടി കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് ഇവിടെ വന്ന് ഞങ്ങളെ ചേട്ടൻ്റെ ഫോട്ടോ അടക്കെടുത്ത് അതൊരു കൊല്ലം ഉണ്ടാവും. അർജുൻ പാണ്ഡ്യനായിരുന്നു. അർജുൻ പാണ്ഡ്യൻ ആ കളക്ടറായിരുന്നു. കെട്ടിപ്പിടിച്ച് ചേട്ടനെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി പിറ്റേ ദിവസം തന്നെ അവർ മണ്ണിട്ട് ഇവിടെ നിരത്തി. ഒരു 16 വണ്ടി മണ്ണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിരത്തി. പണ്ട് കുഴിയായിരുന്നു. ഇവിടുന്ന് രക്ഷയുണ്ടായില്ല. മൊത്തം ഇങ്ങോട്ട് ഇടിച്ച് നിരക്കി ഇവർ കുഴി കുത്തിയിട്ടതായിരുന്നു. അങ്ങനെ പിന്നെ വഴിയിട്ട് തന്നെങ്കിൽ അവര് സ്റ്റെപ്പ് ഒന്നും ഇട്ട് തന്നില്ല, വെറുതെ മണ്ണുകൊണ്ട് ഒന്ന് കോരിയിട്ട് തന്നു. എന്നിട്ട് എന്റെ ആങ്ങളുടെ മോൻ വന്നാണ് ഈ സ്റ്റെപ്പ് ഇട്ടു. 7-ാം തീയതി ഇത് പറ്റിയിട്ട് 7-ാം തീയതി 8-ാം തീയതി വെളുപ്പിന് എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ മൊത്തം ഞങ്ങളൊക്കെ ആസ്പത്രിയിൽ പോയി. എന്റെ 2 പെൺമക്കളെ ഞങ്ങൾക്ക് അവരൊക്കെ ആസ്പത്രിയിലായിരുന്നു. ഞങ്ങളെല്ലാവരും ചേട്ടനെ 48 മണിക്കൂറാ പറഞ്ഞവര്. കാരണം ഇത് കുത്തി കയറി ഇത്രയും വന്നപ്പോ ആള് എന്താ പറ്റിയത്, എല്ല് കുത്തി എവിടെയെങ്കിലും കയറിയെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിറ്റേസ് നേരം വെളുത്ത് അവരാണ് കൂടുതൽ ഷീറ്റ്, എൻ്റെ ആങ്ങളയുടെ പിള്ളേരാണ് കൂടുതൽ നേരം വെളുത്തപ്പോൾ ഇവർ വന്ന് ഈ ഷീറ്റ് മൊത്തം ഇട്ടു. അപ്പൊ പിന്നെ ഷീറ്റിന്റെ അടി കൂടെ വെള്ളം വീഴൂലല്ലോ അകത്ത്, അത് അവര് ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഈ തോട് നിറഞ്ഞ് വെള്ളം വന്ന ഇവിടെ വരെ മുങ്ങും. അവിടെ ഓവ് റെയിലിന്റെ ഓവ് കുറച്ചുള്ളൂ. അത് വന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. മെമ്പർ അടക്കം വന്ന് അവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. എന്താണ് അവിടെ പ്രശ്നം? അവിടെ പ്രശ്നം ഒരു കുഞ്ഞു കല്ലങ്ങോട്ട് തള്ളി ഈ കല്ലൊക്കെ ഇവിടെ കിടക്കുന്നത് വെയിലക്കാട്ട മഴയ്ക്ക് ഉണ്ടി തള്ളിപ്പോയി അവിടെ ചെന്നടയ്ക്കും. അടഞ്ഞ പിന്നെ ആ കല്ല് വന്നടഞ്ഞ പിന്നെ എങ്ങനെ വെള്ളം ഈ കുളത്തിലെ വെള്ളം മൊത്തം പിടിക്കല്ലേ തന്നെ സർവ്വ വെള്ളത്തിനെ അവർ ഇവിടെ കൊണ്ടുവച്ച് ചാടിക്കണേ. അപ്പൊ ഈ വെള്ളം വന്ന് ഇവിടെ മറിയില്ലേ, അവിടെ അടഞ്ഞ പിന്നെ വെള്ളത്തിന് പോകാൻ വഴിയുണ്ടോ? അങ്ങനെ 1-2 പ്രാവശ്യം ഇത് മുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ സൈഡ് ഒന്ന് കെട്ടി ഒരു തോട് പോലെ അങ്ങനെ ആക്കാനായിട്ടൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് ഞങ്ങള് അപ്പൊ ഈ തോട് ഇങ്ങനെ കെട്ടി തരണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഈ മിന്നാന്ന് ചെയ്ത വെള്ളം മൊത്തം ഇതിലെ ഒഴുകി പോയി. അവര് പറയണെന്താന്നോ, നമ്മള് പഞ്ചായത്തുകാരോട് പറയുമ്പോ പഞ്ചായത്തുകാർക്ക് അല്ലെന്ന് അതിന്റെ ഹൈവേക്കാണ്. ഹൈവക്കാര് നോക്കണില്ല. പഞ്ചായത്തുകാർ പറയണത് ഇത് ഹൈവക്കാര് ചെയ്യേണ്ടതാണെന്ന്. അത് കാരണം പഞ്ചായത്തുകാർ നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ അംഗീകരിക്കുന്നില്ല. വന്ന് കാണുന്നുണ്ട്, മെമ്പറടക്കം വരാറുണ്ട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. ഹൈവക്കാരാണെങ്കിൽ പറഞ്ഞ ഇതിൻ്റെ ഒന്നും മനസ്സിലാവില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഒരു കാര്യമില്ല. എത്രയോ പ്രാവശ്യം, ഇപ്പോൾ 2 പ്രാവശ്യം MLA എല്ലാവരും വന്നു.